നാടിന്റെ വികസനത്തിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർ വഹിക്കുന്ന പങ്ക് വിസ്മരിക്കുവാനാവാത്തതാണെന്ന് നിയുക്ത ഉടുമ്പൻചോല എംഎൽഎ സേനാപതി വേണു. നെടുങ്കണ്ടം ഫെസ്റ്റിന്റെ ഭാഗമായി കേരള ജേർണലിസ്റ്റ് യൂണിയൻ ഉടുമ്പൻചോല താലൂക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്. നെടുങ്കണ്ടം ഫെസ്റ്റിനോടനുബന്ധിച്ച് പ്രാദേശിക മാധ്യമ പ്രവർത്തനവും നാടിന്റെ വികസനവും എന്ന വിഷയത്തിൽ KJUവിന്റെ നേതൃത്വത്തിൽ നടത്തിയ മാധ്യമ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KJU താലൂക്ക് പ്രസിഡന്റ് ജോമോൻ താന്നിക്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് ഈട്ടിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. മാധ്യമ പ്രവർത്തനവും നാടിന്റെ വികസനം യഥാർത്ഥത്തിൽ ഈ ആധുനിക കാലഘട്ടത്തിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്ന ഒന്നില്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം. കാരണം ലോകം കൈക്കുമ്പിളിയായി കഴിഞ്ഞു. ഞാൻ പറയുന്ന കാര്യം ജോമോൻ താന്നിക്കൽ വിചാരിച്ചാൽ ലോകത്ത് മുഴുവൻ എത്തിക്കാൻ കഴിയും. നമ്മുടെ ഈ സെമിനാറും ഇതിൻ്റെ വിവരങ്ങളും ലോകം മുഴുവൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തനം എന്ന ഒന്നുണ്ടോ എന്നൊന്ന് സംശയിക്കേണ്ടിയിരിക്കും. കാരണം ഇന്ന് പ്രാദേശിക മാധ്യമ പ്രവർത്തനം ലോക മാധ്യമ പ്രവർത്തനമായി മാറിയിരിക്കുകയാണ്. പിന്നെ എന്തുകൊണ്ട് നമ്മളിതിനെ പ്രാദേശിക മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നു എന്ന് ചോദിച്ചാൽ, ഒരു പ്രദേശത്ത് ഒതുങ്ങി നിൽക്കുന്ന വാർത്തകൾ കളക്ട് ചെയ്യുകയും ആ പ്രദേശത്ത് ഇതിനെ സംരക്ഷേപണം ചെയ്യുന്ന ഒരു ഘട്ടം വരുമ്പോൾ അത് പ്രാദേശിക മാധ്യമ പ്രവർത്തനമായി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ പ്രാദേശിക മാധ്യമ പ്രവർത്തനവും നാടിൻ്റെ വികസനവും എന്നതാണ്. നാടിൻ്റെ വികസന കാര്യത്തിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് ചെയ്യാൻ കഴിയുന്നതുണ്ട്. ഒന്ന്, നാടിൻ്റെ പോരായ്മകളും അപര്യാപ്തതയും പുറം ലോകത്തെ അറിയിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ചിന്നക്കനാലിലെ ആദിവാസി കുടിയിൽ സമയത്ത് റേഷൻ എത്തുന്നില്ല. അതല്ല എങ്കിൽ കേരളത്തിലെ ഏക ആദിവാസി പഞ്ചായത്തായ ഇടമലക്കുടിയിൽ റേഷൻ മോഷണം പോയിരിക്കുന്നു. ഈ വിവരം പുറം ലോകം അറിയണമെങ്കിൽ ഒരുപക്ഷെ കരൺ ഥാപ്പർ ഡൽഹിയിൽ നിന്ന് കണ്ടെത്താൻ പറ്റില്ല. അതല്ല എങ്കിൽ എന്താ പറഞ്ഞേ, രാജീവ് ഗോസ്വാമിക്ക് രാജ്യത്തിൻ്റെ തലസ്ഥാനത്തിരുന്ന് കണ്ടെത്താൻ പറ്റുന്നില്ല. അത് കണ്ടെത്താൻ പറ്റുന്നത് പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കാണ്. അപ്പോൾ ഓരോ പ്രദേശത്ത് നടക്കുന്ന ചെറുതും വലുതുമായ സംഭവ വികാസങ്ങളെ ലോകത്തിൻ്റെ മുന്നിൽ എത്തിക്കുക. ആ ലോകത്തിൻ്റെ മുന്നിൽ എത്തിക്കുമ്പോൾ എവിടെ എന്തൊക്കെ കുറവുകളുണ്ട് ആ കുറവുകൾ നികത്തുന്നതിന് ഭരണകൂടത്തെ സജ്ജമാക്കുക, അല്ലെങ്കിൽ ഭരണകൂടത്തെ അത് അറിയിക്കുക എന്നുള്ളതാണ് നിശ്ചയമായി പ്രാദേശിക മാധ്യമ പ്രവർത്തകരുടെ കർത്തവ്യവും അതിലൂടെ സമൂഹത്തിനുണ്ടാകുന്ന മാറ്റം എന്ന് പറയും. ഇപ്പോൾ ഷെഫീഖിൻ്റെ കാര്യം സൂചിപ്പിച്ചു. പക്ഷേ ലോകത്തിൻ്റെ ചരിത്രത്തെ മാറ്റിയ, ഞാൻ ദീർഘമായി കടന്നു പോകാൻ പറ്റുന്നില്ല, ഒന്ന് രണ്ട് ചിത്രങ്ങളുണ്ട്. അതൊന്ന് പുലിറ്റ്സർ അവാർഡ് നേടിയ ലോകപ്രശസ്തനായ ചിത്രകാരൻ കെവിൻ കാർട്ടറുടെ ഒരു ചിത്രമാണ്. കെവിൻ കാർട്ടർ സുഡാൻ സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം സുഡാൻ എന്ന രാജ്യം കാണാനായിട്ട് അദ്ദേഹം പോവുകയാണ്. അദ്ദേഹം അമേരിക്കൻ പത്രപ്രവർത്തകനാണ്. അപ്പോൾ സുഡാൻ്റെ ക്യാപിറ്റലിൽ വിമാനം ഇറങ്ങി നടന്നാണോ എങ്ങനെയാണോ അദ്ദേഹം പോകുന്നത്, അദ്ദേഹം ഒരു മൈതാനത്ത് ചെല്ലുമ്പോൾ കാണുന്ന ഒരു കാഴ്ച, ഒരു കഴുകൻ ഒരു കുഞ്ഞിൻ്റെ പിറകിലിരിക്കുകയാണ്. അപ്പോൾ കഴുകൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, കഴുകൻ മാംസമാണ് ഭക്ഷിക്കുന്നത്, ജീവനുള്ള സാധനത്തെ കഴുകൻ ഭക്ഷിക്കില്ല. അപ്പോൾ പട്ടിണി കൊണ്ട് ജീവൻ പോകുന്ന ഈ കുഞ്ഞ് മരിക്കുമ്പോൾ ആ മരിച്ച ശവം കൊത്തിവലിക്കാനായിട്ട് പിന്നിലിരിക്കുന്ന കഴുകൻ്റെ ചിത്രമാണ് കെവിൻ കാർട്ടർ പകർത്തുന്നത്. അപ്പോൾ ക്യാമറയിൽ ഈ ചിത്രം അദ്ദേഹം പകർത്തി ഇത് അമേരിക്കയിൽ കൊണ്ടുചെന്നു. അപ്പോൾ ലോകത്തിൻ്റെ മുമ്പിൽ ഇത് വലിയൊരു അത്ഭുതം എന്ന് മാത്രമല്ല, ലോകം ഇതിനെ എന്താ പറഞ്ഞേ ഒരു ആശ്ചര്യത്തോടു കൂടിയാണ് നോക്കിയത്. കാരണം ഈ കുട്ടി പട്ടിണി കിടക്കുന്ന കുട്ടി പട്ടിണി കൊണ്ട് മരിക്കുന്നു. അവൻ്റെ ശ്വാസം തീരുമ്പോഴേക്കും അവൻ്റെ ശരീരം കുത്തിപ്പറിക്കാനായിട്ടൊരു വലിയ കഴുകൻ പുറകിലിരിക്കുന്നു. ആ ചിത്രമാണ് ലോകത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നത്. പക്ഷേ കെവിൻ കാർട്ടർ പിറ്റേ ദിവസം വലിയ വിമർശനത്തിന് വിധേയനായി. തൻ്റെ ക്യാരി ബാഗിലോ അവർസാക്കിലോ പോച്ചസിലോ ഉണ്ടായിരുന്ന ബിസ്ക്കറ്റോ വെള്ളമോ ആ കുട്ടിക്ക് കൊടുത്ത് അതിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് പകരം മാധ്യമ പ്രവർത്തകൻ്റെ കർമ്മമായ ഈ ചിത്രം പകർത്തിക്കൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. അതൊരു മാധ്യമ പ്രവർത്തകൻ്റെ ധർമ്മമാണ്. ഏതായാലും പിന്നീട് അദ്ദേഹത്തിന് എന്താ പറയുക, വിഷാദ രോഗം പിടിപെട്ടി. ഈ ചിത്രത്തിൻ്റെ വിമർശനവും ഈ ചിത്രത്തിലെ കുട്ടിയെ രക്ഷിക്കാൻ കഴിയാത്ത വന്നതിൻ്റെ ഒരുപക്ഷെ അതിൻ്റെ എന്താ പറയുക കുറ്റബോധമായിരിക്കും. അദ്ദേഹം പിന്നീട് വിഷാദ രോഗിയായി ആത്മഹത്യ ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. പക്ഷേ ലോകത്തിൻ്റെ മുന്നിൽ സുഡാനിലെ പട്ടിണിയെ ആ ഒറ്റ ചിത്രം. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി കെ ഫിലിപ്പ് വിഷയാവതരണം നടത്തി. സെമിനാറാണ് നടക്കുന്നത്. ഈ വിഷയത്തെ സംബന്ധിച്ച് ഉദ്ഘാടകൻ വളരെ ഭംഗിയായി അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഹ്രസ്വമായി മാത്രം ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ആദ്യം തന്നെ ആ ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തനം എന്നുള്ള ആ വാക്കിനോടൊരു വിയോജിപ്പുണ്ട്. ഉദ്ഘാടകൻ സൂചിപ്പിച്ചു, സൂര്യലാൽ സൂചിപ്പിച്ചു. വാർത്തകൾ
പ്രാദേശികമാകുന്നില്ല സത്യത്തിൽ. അത് ഉണ്ടാകുന്നത് ഒരു പ്രദേശത്താണെങ്കിലും ഇത് കണ്ടെത്തുന്ന ആളിന് ഒരു പ്രദേശത്തുള്ള ആളായിരിക്കും, പക്ഷെ അത് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ഒരു വൈഡായി മാറുകയാണ്. ഞാൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാർ കോഴിക്കോടുകാരാണ്. അതെന്താണെന്ന് ഒരു വാർത്തയിലൂടെ എൻ്റെ മനസ്സിലേക്ക് വന്നു. നെടുങ്കണ്ടത്ത് ഒരു രാത്രി ഒരു പെൺകുട്ടി ഏതെങ്കിലും ഒരു മനുഷ്യനും ലോകത്തെവിടെയും ആ സമയത്ത് ഒരു വണ്ടിക്ക് വന്നിറങ്ങി ഒരു ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ സുരക്ഷിതമായി ആ വീടിൻ്റെ പടിക്കൽ കൊണ്ടാക്കി അവർ പൈസയും വാങ്ങി ആ കുട്ടി ഇറങ്ങി കഴിയുമ്പോൾ തിരിച്ചു പോരും. പക്ഷെ കോഴിക്കോട്ടെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ വ്യത്യസ്തരാക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, എൻ്റെ വ്യക്തിപരമായ അനുഭവമാണ്. വെളുപ്പിന് 4 മണിക്ക് ചെന്നിറങ്ങിയിട്ട് ഓട്ടോ വിളിച്ച് റെയിൽവേ സ്റ്റേഷൻ ചെല്ലുമ്പോൾ 16 രൂപയാണ് വണ്ടിക്കൂലി അവർ ചോദിച്ചത്. 20 രൂപ കൊടുത്തിട്ട് ഞാൻ തിരിച്ച് നടക്കാൻ നേരത്ത് അവരെന്നെ വിളിച്ച് ആ 4 രൂപ കൂടി തന്ന് വിടുകയാണ് ഉണ്ടായത്. സാമ്പത്തികമായ കാര്യങ്ങളിൽ അവർ പുലർത്തുന്ന സത്യസന്ധത, അതൊന്നുമല്ല അവർക്ക് ഒരു A ഗ്രേഡ് കൊടുക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, രാത്രിയിൽ ഒരു പെൺകുട്ടി ഒരു വണ്ടി വിളിച്ച് അവരുടെ വീട്ടുപടിക്കൽ ഇറങ്ങുമ്പോൾ ഒരിക്കലും കോഴിക്കോട്ടെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ വണ്ടി തിരിച്ചുവിടില്ല. ആ കുട്ടിയെ ഇറങ്ങി വീടിൻ്റെ കതകിൽ മുട്ടി വിളിച്ച് ആ വീട്ടുകാർ വന്ന് ആ കുട്ടിയെ വീടിനകത്തേക്ക് കയറ്റിക്കൊണ്ട് പോകുന്നത് വരെ ആ വണ്ടിക്കാരൻ അവിടെ വെയിറ്റ് ചെയ്യും. ഇതൊരു വാർത്തയാണ്. ഇതൊരു വാർത്തയായി വന്ന് നമ്മുടെയൊക്കെ ശ്രദ്ധയിൽ ഇടം പിടിച്ചതാണ്. അപ്പം നന്മയും തിന്മയും ഒന്നുപോലെ ലോകത്തെ അറിയിക്കാനും നന്മയ്ക്ക് വളവിടാനും തിന്മയെ വേരോടെ പിഴുതെറിയാനും കഴിയുന്ന ഏറ്റവും ശ്ലാഘനീയമായ പ്രവർത്തനത്തിൻ്റെ പേരാണ് മാധ്യമപ്രവർത്തനം. ഇപ്പം നന്മ നമ്മുടെ കൺമുമ്പിലുണ്ടാവും, അത് അനുകരിക്കാൻ നമുക്ക് ഒരു താല്പര്യവും ഉണ്ടാവും, പക്ഷെ അത് നമ്മുടെ അറിവിലേക്ക് വന്നില്ലെങ്കിലോ? ഞാനീ പറഞ്ഞ കാര്യം ഈ നമ്മുടെ കേരളത്തിലുള്ള മുഴുവൻ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു പക്ഷേ അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവില്ലേ? അവരുടെ ശ്രദ്ധയിലേക്ക് പെടുന്നില്ലെങ്കിലോ? അപ്പോൾ അതങ്ങനെ അറിയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചിലതെല്ലാം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പത്രപ്രവർത്തനം തുടങ്ങിയത്. പത്രപ്രവർത്തനത്തിൻ്റെ ചരിത്രം BC 59 തുടങ്ങുന്നത്. അതായത് ജൂലിയസ് സീസറാണ് സത്യത്തിൽ ഈ വാർത്തകൾ ലോകത്തെ അറിയിക്കാൻ തീരുമാനിച്ച ലോകത്തിലെ ആദ്യ ഭരണകർത്താവ്. BC 59 അദ്ദേഹം തന്നെ തീരുമാനിച്ച പ്രകാരം കല്ലിലൊക്കെ ഓരോ ദിവസവും രാജ്യത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാട്ടിലെ ആളുകൾ തടിച്ചു കൊടുത്ത സ്ഥലത്ത് എഴുതി വെക്കാൻ പറഞ്ഞു. അങ്ങനെ എഴുതി വെച്ചാണ് അതാണ് ഒരു വാർത്ത, ഒരു പത്രപ്രവർത്തനത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. സാംസ്കാരിക വകുപ്പ് ഇടുക്കി ജില്ലാ കോർഡിനേറ്ററും മാധ്യമപ്രവർത്തകനുമായ S. സൂര്യലാൽ മോഡറേറ്ററായ സെമിനാറിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്യാമള വിശ്വനാഥൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ KR രാമചന്ദ്രൻ, കാർഷിക കടാശ്വാസ കമ്മീഷൻ അംഗം ജോസ് പാലത്തിനാൽ, പൊതുപ്രവർത്തകരായ അഡ്വക്കേറ്റ് MN ഗോപി, TM ജോൺ, M. സുകുമാരൻ, ജോസ് പൊട്ടംപ്ലാക്കൽ, സജീവാർ നായർ, നൌഷാദ് ആലുമൂട്ടിൽ, ഷിജു ഉള്ളുരുപ്പിൽ, അജീഷ് മുതുകുന്നിൽ, KP അനീഷ്, റൈസൻ P. ജോസഫ്, പ്രൊഫസർ ജോണിക്കുട്ടി J. ഒഴുകിയിൽ, സൈജു ചെറിയാൻ, കേരള ജേർണലിസ്റ്റ് യൂണിയൻ ഭാരവാഹികളായ JB ജോസഫ്, അനീഷ് PA, പ്രിൻസ് ജെയിംസ്, മിലൻ ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. സാമൂഹിക സാംസ്കാരിക പൊതുപ്രവർത്തന രംഗത്തെ പ്രമുഖരും ജേർണലിസം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 90ഓളം ആളുകൾ സെമിനാറിന്റെ ഭാഗമായി. ഇടുക്കിയിലെ ന്യൂസ് നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. Looking for the latest laptops? Looking for the best offers? Let's go to our expert. Oxygen, the laptop expert.